നടൻ വിജയരാഘവൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിജയരാഘവൻ, വലിയ നഷ്ടമാണ് കലാലോകത്തിന് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ചിരിയുടെ രാജാവ് മാഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? ഞാനിത് കുറച്ച് ദിവസമായി ഈ വിവരം അറിയുന്നു. ഇങ്ങനെ വളരെ സീരിയസ് ആണ്, അധിക സമയമില്ല എന്നൊക്കെ. അപ്പൊ അത് നമുക്ക് അന്നേരം തന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊപ്പം ഇല്ല 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 എന്ന്. ഞാന് എൻ്റെ കൂടെ ഒരുപാട് പേര് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന, എനിക്ക് പലപ്പോഴും തോന്നുന്നു എൻ്റെ അച്ഛൻ ചിന്തിക്കുന്ന പോലെ ചില കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ പറയുക, വളരെ ഷാർപ്പായിട്ട്, വളരെ സരസമായിട്ട് ഓരോ സംഗതികളെയും ഓരോ പ്രശ്നങ്ങളെയും എനിക്ക് അത്രമാത്രം ഒരു മനസ്സോട് വല്ലാത്തൊരു അടുപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വീട്ടിൽ പോകും. അങ്ങനെ വളരെ അടുത്ത എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്താണ് പുള്ളിയായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ വേറെ ഇത്രയും ആത്മബന്ധമുള്ള നടന്മാര് വേറെ മലയാളത്തിലില്ല. അടുപ്പമായിരുന്നു. ഇന്നത്തെ ചേട്ടന് ഞാൻ ഒരിക്കലും എന്റെ വീട്ടിൽ വന്നു അച്ഛനുള്ള സമയത്ത്. ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പ്, അതായത് ഗോഡ് ഫാദറൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ കോട്ടയം വഴി വന്ന വഴിക്ക് അച്ഛനെ കാണാം, അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ അച്ഛനായിട്ട് പരിചയപ്പെട്ടു. അച്ഛൻ ഈ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. അച്ഛൻ ഈ ഡയറിയിൽ അച്ഛൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ. അന്ന് ഏതോ ഒരു സർക്കസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു ഹിന്ദിയില്. അതില് ഷാറൂഖ് ഖാൻ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഷാറൂഖ് ഖാനെ പറ്റി അച്ഛൻ ആ ഡയറിയിൽ ഇയാളൊരു നല്ല നടനാണ് എന്നുള്ള അഭിപ്രായം എഴുതിയിരുന്നു. അതുപോലെ തന്നെ ഇന്നസെന്റ് ചേട്ടനെ പറ്റി അതിനു മുമ്പ് ഒരു ഡയറിയിൽ കുറിച്ചിരുന്നു. ഇദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇദ്ദേഹം മലയാള സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായി തീരും എന്ന് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അച്ഛന് വെറുതെ ചുമ്മാ തമാശ എഴുതുന്നു. അച്ഛന് ഇന്നസെന്റ് വന്നപ്പോ അച്ഛൻ ഇത് കാണിച്ചു. ഈ അന്ന് എഴുതിയത് ഇന്നസെന്റ് ഏതൊരു പശുവിനെ കറവക്കാരനായിട്ട് മറ്റേ അഭിനയിക്കുന്ന ഏതോ ഒരു സിനിമയാണ്. അത് ചെറിയ റോളാ. അപ്പൊ അച്ഛൻ അങ്ങനെ എഴുതി. അത് ഇന്നസെന്റ് ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, പലരോടും ഇന്നസെന്റ് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തുള്ള സാർ ഇങ്ങനെ പറഞ്ഞതിനെ പറ്റി. അത് ഇന്നസെന്റ് ഒന്നും അല്ല സിനിമയില്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ബന്ധമൊക്കെ, അതുകൊണ്ടൊക്കെ പുള്ളിക്കും എന്റെ കുടുംബത്തോടും എന്നോടൊക്കെ അതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നു.